welcome to Meenus Cake World. അപ്പോൾ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് 1K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പഠിക്കുന്നത് കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്, വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും. അതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ മൈദയാണ്, ഫ്ലോർ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വീട്ടിലെടുക്കുന്ന ഫ്ലോറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കേക്ക് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഫ്ലോർ തന്നെ മതി. അപ്പോൾ പരമാവധി നല്ല ഫ്ലോർ, അതായത് പഴകിയ ഫ്ലോർ അല്ലാത്തത് എടുക്കുക. അപ്പോഴാണ് നമുക്ക് കേക്ക് കൂടുതൽ സോഫ്റ്റും ടേസ്റ്റും ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ നിർബന്ധമായിട്ടും വേണം. അതായത് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് കേക്ക് നന്നായിട്ട് പൊങ്ങി നല്ല സ്പഞ്ചി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ബേക്കിംഗ് പൗഡർ നമുക്ക് നിർബന്ധമായിട്ടും കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ്. ഇനി നമുക്ക് മൂന്നാമത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിയാനായിട്ടുള്ള ബേക്കിംഗ് സോഡ നമ്മൾ ഒരിക്കലും നമ്മുടെ കേക്കിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കേക്കിൽ ഒരു പഴകിയ ചുവ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ എടുക്കേണ്ടതാണ്. അതുപോലെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉപ്പ്. സാധാരണ നമ്മുടെ ഉപ്പാണ് വേണ്ടത്, പക്ഷേ അത് കല്ലുപ്പ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല തരി കുറഞ്ഞ ഉപ്പാണെങ്കിൽ അതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് നമുക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. അപ്പോൾ ഇത് ഡാർക്കും ലൈറ്റും കൊക്കോ പൗഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഡാർക്ക് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കേക്കിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. അത് നമ്മൾ എല്ലാ കേക്കിലും ഒന്നും ആഡ് ചെയ്യാറില്ല, പക്ഷേ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടുത്തത് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ പഞ്ചസാര തന്നെയാണ്. അപ്പോൾ ഈ പഞ്ചസാര എന്ന് പറയുന്നത് 6 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കേക്കിലേക്ക് എടുക്കുന്നത് വളരെ തരിയുള്ള, അതായത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. പിന്നെ അതുപോലെ വേണ്ടത് ബട്ടറാണ്. ബട്ടറും ഇതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ബട്ടറിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് മാർജറിൻ എന്നാണ് പറയുന്നത്. അതായത് നോ കൊളസ്ട്രോൾ ആണ്. അതുപോലെ ബട്ടറിൻ്റെ പകുതി റേറ്റിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നതാണ് മാർജറിൻ എന്ന് പറയുന്നത്. അതുപോലെ വേണ്ടത് നമുക്ക് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സൺഫ്ലവർ, സൺ ഡ്രോപ്പ്, സൺ റിച്ച് അങ്ങനെയുള്ള ഓയിലുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. സ്മെല്ലൊന്നും ഇല്ലാത്തത് എടുക്കണം കേട്ടോ. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മുട്ടയാണ്. ഇതും എല്ലാ കേക്കിനും നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടതാണ് മുട്ട. അപ്പോൾ അതും പരമാവധി നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. അടുത്തത് പാലാണ് വേണ്ടത്. അപ്പോൾ ഇതും നമ്മൾ പരമാവധി റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എസൻസുകളാണ് ആവശ്യമായിട്ടുള്ളത്. കേക്കിന് പലതരത്തിലുള്ള എസൻസുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്ലേവറോട് കൂടിയ എസൻസുകളുണ്ട്, എസൻസ് മാത്രം, കളറ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നമുക്കത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. അതുപോലെ നമുക്ക് ബട്ടർ മിൽക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും നമുക്ക് കേക്കിലേക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ ഇനി ലാസ്റ്റ് വേണ്ടത് നമ്മുടെ സാധാരണ വെള്ളം. അപ്പോൾ ഇത് നമുക്കങ്ങനെ എല്ലാ കേക്ക്സിലും ആവശ്യമായിട്ട് വരാറില്ല. അപ്പോൾ എന്നാൽ കൂടി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത്രയും സാധനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടുന്ന ഒരു ഷോപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾക്ക് സൈറ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.